സ്തോത്രം. അതിൻ്റെ കാതലായ വാക്യമാണ് 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളെല്ലാവരും പ്രാപിക്കണമെന്ന് പറയുകയാണ്. സ്തോത്രം. ആ നിറവിലൂടെ സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ്. 1 ശക്തി, 2 അധികാരം. പ്രൈസ് ദി ലോർഡ്. പവർ ആൻഡ് അതോറിറ്റി അതിനകത്ത് വരികയാണ്. സാധാരണ ഒരു ശക്തിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അത്യന്ത ശക്തിയാണ്. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ തന്നപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ശക്തി കൊണ്ട് നമുക്ക് സകലത്തെയും ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ നേരെ വരുന്ന പ്രതികൂലങ്ങളെയും നമ്മുടെ നേരെ വരുന്ന ശത്രുവിൻ്റെ തീയമ്പകളെയും തകർക്കാൻ ഈ ശക്തിക്ക് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ഉറപ്പായിട്ട് നൽകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ പോകുന്നു, കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി അയക്കുന്നു എന്ന് പറയുന്നു. കാരണം നമുക്ക് തനതായി നിൽപ്പാൻ, നമുക്ക് ഒറ്റയ്ക്ക് നിൽപ്പാൻ കഴിയത്തില്ലെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് അറിയാം. ഹല്ലേലൂയ. കാരണം അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന് നേരെ പിശാച് കടത്തിവിടുന്നത്, വെല്ലുവിളികൾ കൊണ്ടുവരുന്നത്. നാം അറിയാത്ത അനേക സന്ദർഭങ്ങളിലൂടെ നമ്മെ കടത്തിവിടും. പക്ഷേ അത് നമ്മുടെ കർത്താവിന് അറിയാമായതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, എന്നാൽ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളോടുകൂടെ നിത്യമിരിക്കാൻ ഞാൻ വരുന്നിടം വരെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നമ്മെ നിത്യം നയിക്കുന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് വഴികാട്ടിയാണ്. ഹല്ലേലൂയ. ഇതാകുന്നു വഴി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് എന്നും സംസാരിക്കുന്നതാണ് ഈ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഇത് ശക്തി നമ്മുടെ മേൽ പകരുന്നു എന്ന് പറയുകയാണ്. സ്തോത്രം. അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിലെ അധികാരങ്ങളെല്ലാം ഹല്ലേലൂയ ഓരോ ബൗണ്ടറി അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ പരിധികൾ അവർക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരം ഹല്ലേലൂയ ഈ ലോകത്തെ ഭേദിക്കുന്നതാണ് എന്നുള്ളത് പകൽക്കാലം തിരിച്ചറിഞ്ഞ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരായി തീരട്ടെ. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ ഇന്ന് പകൽക്കാലം നാം നന്നായിട്ട് മനസ്സിലാക്കുന്നവരായി തീരണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വരുന്ന ഏത് പ്രതികൂലങ്ങളെയും തകർക്കാൻ ഈ അധികാരത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഇന്ന് പകൽക്കാലം നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. നാം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിയത്തുള്ളൂ. ആ നിറവ് വന്നു കഴിഞ്ഞാൽ ശക്തിയും അധികാരവും നമ്മുടെ മേൽ വരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാം വായിച്ച വാക്യത്തിൽ വരുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പൗലോസും കൂട്ടരും എല്ലാവരോടെ ചേർന്ന് അവർ നമുക്കറിയാം അതിൻ്റെ ചരിത്ര സംഭവങ്ങൾ. ഇറ്റലിയിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. യാത്ര കപ്പലിലൂടെ അവർ യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം കപ്പലിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കടത്തിവിടത്തില്ല, ഇതിലേക്ക് കടത്തിവിടത്തില്ല എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പൗലോസും കൂട്ടരും കൂടെ യാത്ര ചെയ്ത് അവർ പോകുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഹല്ലേലൂയ അവർക്ക് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു എന്നുള്ളത് നാം തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണുന്നു. തെക്കൻ കാറ്റ് അവർക്ക് മന്ദമായിട്ട് ഊതി എന്ന് കാണുന്നുണ്ട്. സ്തോത്രം. എന്നാൽ അവർ വിചാരിച്ച് കാര്യമൊക്കെ സാധിച്ചു എന്നുള്ള ചിന്താഗതി അവരുടെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ അത് പിന്നീട് അവർ യാത്ര ചെയ്ത് മുമ്പോട്ട് പോയപ്പോൾ ഈശാനമൂലൻ എന്ന ആ വലിയ കാറ്റ്
ഹല്ലേലൂയ അവരെ ആഞ്ഞടിക്കാനിടയായി തീർന്നു. അവിടെ ഹല്ലേലൂയ പടകിന് നേരെ ഹല്ലേലൂയ അവരെ പ്രാണൻ പോലും തകർന്നു പോകുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരാനിടയായി തീർന്നു. പക്ഷേ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ പൗലോസ് ഹല്ലേലൂയ ദൈവാത്മാവിൽ പറഞ്ഞു, ഹല്ലേലൂയ നമ്മുടെ പ്രാണന് ഹല്ലേലൂയ തകർച്ച വരാൻ പോകുന്നു, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ കേൾക്കാൻ തയ്യാറായില്ല. കപ്പൽ ഉടമയുടെയും മാലൂമിയുടെയും ഹല്ലേലൂയ വാക്കുകൾ കേട്ടുകൊണ്ട് അവർ മുമ്പോട്ട് യാത്ര ചെയ്യാനിടയായി തീർന്നു. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ ദൈവാത്മാവുള്ളവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവിടെ അനർത്ഥങ്ങൾ മാറിപ്പോകുന്നുവെന്ന് തിരുവചനം നമ്മളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ഇതെല്ലാം പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴും അവരെ ഹല്ലേലൂയ മുമ്പോട്ട് നയിച്ച ഈ പ്രശ്നങ്ങളുടെ നടുവിലും അവർക്ക് പ്രതികൂലമായി നിന്ന അനുഭവങ്ങൾ എന്ന് പറയുന്ന പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ അവരെ ഹല്ലേലൂയ ഭീതിപ്പെടുത്തുമായിരുന്നു അവരെ യാത്രയ്ക്ക്. ഒന്ന് എന്ന് പറയുന്നത് അവർക്ക് കര കാണാൻ കഴിയുന്നില്ല, പക്ഷേ തിരമാലകൾ കരയിൽ ആഞ്ഞടിക്കുന്ന ശബ്ദം അവർക്ക് കേൾക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കര കാണാൻ അവർക്ക് കഴിയുന്നില്ല, പക്ഷെ എവിടെയോ തിരമാലകൾ അടിക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ശത്രുവിന്റെ ആരവങ്ങൾ നമ്മെ മുക്കിക്കളയാൻ വരുന്ന ശത്രുവിന്റെ തിരമാലകളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും, പക്ഷെ കാണാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം കാണാൻ കഴിയത്തില്ലെങ്കിലും ഇതിനെല്ലാം കാണുന്ന നിയന്ത്രിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽ നമുക്കുണ്ട് എന്ന് ഓർക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കര കാണാൻ കഴിയത്തില്ലെങ്കിലും ഇന്ന് പകൽക്കാലം അതിന്റെ ശബ്ദം തന്റെ ജനത്തിന് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അതവരെ ഭീതിപ്പെടുത്തുകയായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ അവിടെ കാണുന്നത് തീരത്ത് വലിയ പാറക്കൂട്ടങ്ങളുണ്ട്. അതെങ്ങാണം തട്ടി ഹല്ലേലൂയ അവരുടെ യാത്ര, അവരെ കപ്പൽ തകർന്നു പോകുമെന്ന് അവര് ഭയപ്പെടാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം തീരത്തൂടെയാണോ കടന്നു പോകുന്നത് അവർക്കറിയാൻ വയ്യ. എന്നാൽ ഇന്ന് പകൽക്കാലം പാറക്കൂട്ടങ്ങൾ പലതും കാണും, പക്ഷെ ഇന്ന് പകൽക്കാലം അതിൽ തട്ടി വീഴാതെ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ എന്റെ ദൈവം ശക്തനായ ദൈവം എന്ന പകൽക്കാലം വിശ്വസിക്കുന്നവർ ചേർന്ന് ഈ വചനത്തിന് പകൽക്കാലം ആമേൻ പറയാൻ എത്ര പേർ ഇന്ന് പകൽക്കാലം തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ് അവരെ ഭീതിപ്പെടുത്തിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തിരമാലകളുടെ ശബ്ദം, രണ്ട് പാറക്കൂട്ടത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. ഇത് രണ്ടും തട്ടി വീഴാതെ മുമ്പോട്ട് പോകാൻ അവരെ ദൈവം തമ്പുരാൻ അനുവദിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവര് പെട്ടെന്ന് തീരുമാനമെടുത്തു. എന്നാൽ ഈ പ്രതികൂലത്തിൽ പകച്ചു നിൽക്കാതെ ഹല്ലേലൂയ അവർ അമരത്ത് 4 നങ്കൂരങ്ങളിടാൻ അവർ തയ്യാറെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പ്രതികൂലങ്ങളുടെ നടുവില് പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിന് നേരെ, നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് പകൽക്കാല ദൈവമക്കളെ പകച്ചു നിൽക്കാതെ 4 നങ്കൂരങ്ങളിടാൻ നമ്മൾ തയ്യാറായാൽ ഇന്ന് പകൽക്കാല പാറക്കൂട്ടത്തിൽ തട്ടി ഹല്ലേലൂയ തിരമാലകളിൽ തകർന്ന് നാം കടന്നു പോകത്തില്ല എന്ന് തിരുവചനം നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. 4 നങ്കൂരങ്ങളിടാൻ അവർ തയ്യാറെടുത്തു. ചില നങ്കൂരങ്ങളിടാൻ നാം ഇന്ന് പകൽക്കാലം തയ്യാറെടുക്കട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ പകച്ചു നിൽക്കാനല്ല, പിന്നെ ഓടി ഒളിക്കാനല്ല, പിന്നെയോ ഇന്ന് പകൽക്കാല നടുവില് 4 നങ്കൂരങ്ങളിടാൻ നമ്മൾ തയ്യാറാകണമെന്ന് പറയുകയാണ്. അങ്ങനെ തയ്യാറാകുന്നെങ്കിൽ വാഴ്ത്തത്വം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ആഗ്രഹിച്ച തുറമുഖത്ത് എൻ്റെ തമ്പുരാൻ എത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം ആഗ്രഹിച്ച തുറമുഖത്ത് തമ്പുരാൻ എത്തിക്കുന്ന ദൈവമാണ്. വാഴ്ത്തത്വങ്ങൾ അനവധി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വാഴ്ത്തത്വങ്ങൾ പറഞ്ഞവർ മാറിപ്പോയേക്കാം, അവർ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞേക്കാം, പക്ഷേ വാഴ്ത്തത്വം അവരോട് പറയിപ്പിച്ചത് എൻ്റെ തമ്പുരാനാണ്. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ നടുവിൽ മറുകരയിൽ എത്തിക്കാൻ, തീരത്തടിപ്പിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. വാഴ്ത്തത്വമുള്ളവൻ ചഞ്ചലിച്ചു പോകാതെ, തകർന്നു പോകാതെ ദൈവം തമ്പുരാൻ എത്തിക്കുന്ന ഹല്ലേലൂയ തീരത്തേക്ക്, മറുകരയിലേക്ക് തമ്പുരാൻ എത്തിക്കുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തിരകൾ കണ്ട് ഭയപ്പെടാതെ, ഓളങ്ങൾ കണ്ട് ഭയപ്പെടാതെ, പാറക്കൂട്ടങ്ങൾ കണ്ട് ഭയപ്പെടാതെ ഇന്ന് പകൽ വാഴ്ത്തത്വമുള്ളവൻ ഇന്ന് പകൽക്കാലം ഇതിനെ കണ്ട് ഭയപ്പെടത്തില്ല. അവൻ മുൻപോട്ട് ഹല്ലേലൂയ
അവൻ തീരങ്ങളുടെ നടുവില് 4 നങ്കൂരങ്ങളിടാൻ അവൻ തയ്യാറാകും. ഇന്ന് പകൽക്കാലം എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഒന്ന് പറയാൻ കഴിയട്ടെ, ദൈവമേ ഒരു 4 നങ്കൂരമിടാൻ ഞാൻ തയ്യാറാകുകയാണ്. ഹല്ലേലൂയ. അവരെ പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ 4 നങ്കൂരങ്ങളിടാൻ തയ്യാറായി. എന്തൊക്കെയാണ് ആ 4 നങ്കൂരങ്ങൾ? ഒന്ന്, വിശ്വാസമാകുന്ന നങ്കൂരം ഇടാൻ അവർ തയ്യാറായി. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ ഇപ്രകാരം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, പടകിൽ കയറിയിരുന്നിട്ട് കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെ പടകിലിരുത്തിയിട്ട് നാം മനസ്സിലാക്കേണ്ടത് കർത്താവ് ഉറങ്ങുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. എന്നിട്ട് കുറേ ദൂരം അങ്ങോട്ട് പോയപ്പോൾ വലിയ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിന് നേരെ വരാനിടയായി തീർന്നു. അവരെ പ്രാണൻ പോലും തകരുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നാഥനെ തട്ടി ഉണർത്തി, പ്രതികൂലങ്ങളെ താതനെ തട്ടി ഉണർത്തിയിട്ട് അവർ പറയുകയാണ്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ ഞങ്ങളുടെ പ്രാണൻ അപായത്തിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിലവിളിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ പ്രതികൂലത്തിന്റെ നടുവിൽ മൗനമായിരിക്കുകയല്ല പിടിയോ, ഇന്ന് പകൽക്കാൽ പ്രതികൂലത്തിൽ പ്രതികരിക്കാൻ എത്ര പേർ ഇന്ന് പകൽക്കാലം തയ്യാറാകും? അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. നാഥൻ അവിടെ എഴുന്നേൽക്കാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം നമ്മുടെ പടകിൽ നാഥനുണ്ടോ? നമ്മുടെ നടയിൽ നാഥനുണ്ടെങ്കിൽ അവനെ ഇന്ന് പകൽക്കാലം നമ്മൾ ഉണർത്താൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. ആ പടകിൽ യേശുവിനെ ഉണർത്തി. യേശു പടകിനെ നമ്മൾ മനസ്സിലാക്കുന്നത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് പ്രതികൂലത്തെയും ശാന്തമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് നാം ആഴമായിട്ട് വിശ്വസിക്കട്ടെ. അവരോട് പറയുകയാണ്, എല്ലാം ശാന്തമാക്കി കഴിഞ്ഞിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എന്ത് എന്ന് ചോദിക്കുകയാണ്. ഇന്ന് പകൽക്കാലം യേശു നമ്മോട് ചോദിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം എന്ത്? വിശ്വാസത്തിന് നങ്കൂരമിടാൻ എത്ര പേർ ഇന്ന് പകൽക്കാലം തയ്യാറാണ്? വിശ്വാസത്തിന് നങ്കൂരം ഇത് പകൽക്കാലം ഇടാൻ എത്ര പേർ ഇത് പകൽക്കാലം? പ്രതികൂലത്തിൽ ഭയമല്ല വേണ്ടത്, ഭീതിയല്ല വേണ്ടത്. ഇത് പകൽക്കാലം അതിന് നടുവില് വിശ്വാസത്തിന് നങ്കൂരം ഇടാൻ ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ നമ്മെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ആ നങ്കൂരം ഇടാനിടയാകട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര നമുക്ക് കഴിക്കാനിടയാകട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് പറയുകയാണ്. ലേഖനത്തിൽ വളരെ അക്കമിട്ട് അവിടെ വിശ്വാസത്തിന്റെ വീരന്മാരുടെ പട്ടികയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കിയെന്ന് പറയുന്നു. ഇന്ന് പകൽക്കാലം രാജ്യങ്ങളെ അടക്കിയെന്ന് പറയുമ്പോൾ രാജ്യത്തിൽ നിന്ന് വരുന്ന വെല്ലുവിളികൾ, ദേശത്തിന്റെ അധിപതികളുടെ വെല്ലുവിളികൾ, നമുക്കെതിരെ വരുന്ന വെല്ലുവിളികളുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം അതിനെ തകർക്കാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മേലൊരു അധികാരമുണ്ട്, നമ്മുടെ മേലൊരു ശക്തിയുണ്ട്. ഇന്ന് പകൽ തിരിച്ചറിയുന്ന തന്റെ ജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2, വിശ്വാസത്താൽ അവർ നീതി നടത്താനിടയായി തീർന്നു. നീതിയില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ വിശ്വാസത്താൽ അവർ നീതി നടത്തിയെന്ന് പറയുന്നു. വീണ്ടും അവർ വിശ്വാസത്താൽ വാഴ്ത്തത്തം പ്രാപിച്ചു. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വാസത്താലാണ് വാഴ്ത്തത്തം പ്രാപിക്കാൻ കഴിയുന്നത്. വാഴ്ത്തത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥന്മാരായി വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതെന്ന് തിരുവചനം പറയുന്നെങ്കിൽ ആ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ, മകളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. വാഴ്ത്തത്തം ദൈവം നമുക്ക് വേണ്ടി തരികയാണ്. നമ്മുടെ കണ്ണടയാൽ നമ്മോട് പറഞ്ഞ വാഴ്ത്തത്തം ദൈവം നിവർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ തലമുറകളോടും പറഞ്ഞ വാഴ്ത്തത്തം നിവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഇന്ന് ഭാരമാണെങ്കിലും ഇന്ന് വേദനയാണെങ്കിലും ജീവിതത്തിന്റെ പല പേരിലൂടെ നാം കടന്നു പോകുന്നെങ്കിലും ഇന്ന് മകൾ ഈ വചനത്തിലൂടെ ഞാൻ ഉറപ്പിക്കട്ടെ, വാഴ്ത്തത്തം ദൈവം പറഞ്ഞെങ്കിൽ അത് നിവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അടുത്തത് ഇവിടെ നമ്മുടെ സെക്രട്ടറി ഓർപ്പിച്ചതുപോലെ സിംഹത്തിന്റെ വായെ അവരടയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, സിംഹത്തിന്റെ വായെ തമ്പുരാൻ അടയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം എത്ര പ്രതിസന്ധികൾ നമ്മുടെ നേരെ ആഞ്ഞടിച്ചു, പക്ഷേ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായെ അവർ അടയ്ക്കുവാനിടയായി തീർന്നു. അടുത്ത് നമ്മുടെ പറയുന്നു,
തീയുടെ ബലത്തെ അവർ കെടുത്തി. സ്തോത്രം, ഹല്ലേലൂയ. തീയിൽ അവർ വീണപ്പോൾ, അവരെ എടുത്തെറിഞ്ഞപ്പോൾ, ഇന്ന് പകൽ ഞാൻ പറയേണ്ട ദൈവമക്കളെ, എത്രയെത്ര ഭക്തന്മാരെ, എത്രയെത്ര മിഷണറിമാരെ ഹല്ലേലൂയ തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, വന്യമൃഗങ്ങൾക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, രക്തസാക്ഷികളായി തീർന്നിട്ടുള്ള എത്രയെത്ര ദൈവജനമുണ്ട്. ഹല്ലേലൂയ, സഭാപിതാവായ തർത്തുല്യൻ പറയുന്നത് ഹല്ലേലൂയ, രക്തസാക്ഷികളുടെ വിത്താണ് സഭയുടെ നിലനിൽപ്പെന്നുള്ളത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ 1-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ നോക്കിയാൽ അവിടേക്ക് എത്രയെത്ര രക്തസാക്ഷികളുടെ ഒരു അനുഭവമാണ് നമുക്ക് പറയാനുള്ളത്. വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞിട്ട് കൊടുത്തത്, ഹല്ലേലൂയ, അനേക സിംഹത്തിന്റെ കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞത്, ഹല്ലേലൂയ, പൊതുസന്ധിയിലേക്ക് വലിച്ചെറിഞ്ഞത്. പക്ഷേ അവിടേക്ക് തീയുടെ ബലത്തെ കെടുത്തിയ വിശ്വാസമാണ് നാം ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തവിടെ പറയുന്നു, യുദ്ധത്തിൽ അവര് വീരന്മാരായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആസ ഒരു ദിവസം പറഞ്ഞു, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഇത് പകൽക്കാലം ദൈവമക്കളെ, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ബലം പകരുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. യുദ്ധത്തിൽ അവർ വീരന്മാരായി തീർന്നു. ഹല്ലേലൂയ. അന്യന്മാരുടെ സൈന്യങ്ങളെ വിശ്വാസത്താൽ അവർ ഓടിച്ചു കളഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, സൈന്യത്തെ, ഹല്ലേലൂയ, അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു കളയാനുള്ള ആ ദൈവശക്തി നമ്മുടെ മേൽ ദൈവം പകരുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നാം മനസ്സിലാക്കുന്നത്, അബ്രഹാം വിശ്വാസത്താൽ, ഹല്ലേലൂയ, വിശ്വാസത്തിനനുസരിച്ച് താനത് വിശ്വാസത്തെ കാണാതെ വിശ്വസിച്ചത് കൊണ്ട് തനിക്കത് നീതിയായി കണക്കിട്ടു എന്ന് തിരുവചനം പറയുകയാണ്. ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ നമുക്ക് നങ്കൂരമിടാൻ ഇടയായി തീരട്ടെ. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് പ്രാർത്ഥനയുടെ നങ്കൂരമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പലപ്പോഴും നമുക്കറിയാം, രാവിലെ ശുശ്രൂഷിച്ചിട്ട് രാത്രിയെ പകലാക്കിക്കൊണ്ട് പോയ കർത്താവ്. ഒരു ദിവസം മലയിൽ വേറിട്ടിരുന്നുകൊണ്ട് ശിഷ്യന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് താൻ പ്രാർത്ഥിക്കാൻ തനിയെ പോയി. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. പ്രാർത്ഥിക്കാൻ താൻ അവിടെ കടന്നുപോയി. ഹല്ലേലൂയ, പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ 4-ാം യാമത്തിൽ യേശു കർത്താവ് അവരടുത്തിലേക്ക് എത്തുകയാണ്. എത്തിയപ്പോൾ ഹല്ലേലൂയ, പത്രോസ് അത് കണ്ടിട്ട്, കർത്താവേ, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു എന്ന് പറയാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ യേശുവിനെ നോക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിച്ച പത്രോസ് അല്പസമയത്തിന് ലോകത്തിലേക്ക് കണ്ണോടിക്കാനിടയായി തീർന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം കർത്താവിനെ നോക്കിക്കൊണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ, ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പോയാൽ കടലിൽ താണു പോകാനിടയായി തീരാനിടയായിത്തീരും. പത്രോസ് ഒരു നിമിഷത്തിന് ഒന്ന് മാറിക്കളഞ്ഞു യേശുവിൽ നിന്ന് കണ്ണ്. എന്നാൽ അവിടെ നിന്ന് ഹല്ലേലൂയ, പത്രോസിനോട് പറയുകയാണ്, നിന്റെ വിശ്വാസം എന്തിയെ എന്ന് അവിടെ പറയുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായി തീരട്ടെ, നമ്മുടെ പ്രാർത്ഥന വർദ്ധിക്കുന്നതായി തീരട്ടെ. ദാനിയേലിന്റെ പ്രാർത്ഥനയെ നമുക്കറിയാം. തനിക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു ചിട്ടയുണ്ടായിരുന്നു, പ്രാർത്ഥനയ്ക്കൊരു സമയമുണ്ടായിരുന്നു. സ്ഥിരമായൊരു പ്രാർത്ഥനയും സ്ഥിരമായൊരു സമയവും തനിക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം തൻ്റെ കിളിവാതിലുകളെ തുറന്നിട്ടുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. 3 നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം മുട്ടുകുത്തി താൻ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് പകൽക്കാലം വർദ്ധിക്കട്ടെ. ഈ പ്രതികൂലങ്ങളിലും നമ്മുടെ പ്രാർത്ഥനയുടെ നങ്കൂരം നീട്ടാനിടയാകട്ടെ. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ നങ്കൂരം, അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുകയാണ്. പ്രതികൂലത്തിൽ പതറിപ്പോകാനല്ല, അവർ 4 നങ്കൂരങ്ങളിടാൻ അവർ തയ്യാറാകി. 3-ാമത്തെ നങ്കൂരം എന്ന് പറയുന്നത് ഹല്ലേലൂയ, നമുക്ക് കാണാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെ നങ്കൂരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹത്തിന് നങ്കൂരം. ഈ സ്നേഹം വരും നമുക്കറിയാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ പിതാവിൻ്റെ സ്നേഹം
അത്രയ്ക്ക് വലുതായിരുന്നു. കാൽവറി ക്രൂശിലെ ആ സ്നേഹം ആഴമായ സ്നേഹമാണ്. ആർക്കും വർണ്ണിക്കാൻ കഴിയാത്തില്ല. അതിന്റെ നീളം അറിയത്തില്ല, അതിന്റെ വീതി വർണ്ണിക്കാൻ കഴിയത്തില്ല, അതിന്റെ ആഴം നമുക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല, അതിന്റെ ഉയരം നമുക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല. അത്രയ്ക്ക് വലിയ സ്നേഹമാണ് ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ആ പിതാവ് ഒരു നിമിഷത്തിന് മാറ്റിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ പുത്രനെ നമുക്ക് വേണ്ടി തന്ന ആ വലിയ സ്നേഹത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കാനിടയാകട്ടെ. ആ കാൽവറി ക്രൂശിലെ സ്നേഹം അത്രയ്ക്ക് വലുതാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്നേഹം വരുന്നത് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ആ സ്നേഹം വരാനിടയാകുന്നത്. കാരണം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിവിക്കുന്നതാ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ലോകത്തിലെ ഒരു ശക്തിക്കോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു ശക്തികൾക്ക്, ഈ ലോകത്തിലെ പ്രതികൂലത്തിനോ എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയത്തില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ഉറപ്പുണ്ട് ദൈവമക്കളെ? ഹല്ലേലൂയ ഹല്ലേലൂയ. താൻ പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ അക്കമിട്ട് താൻ ഓരോ കാര്യങ്ങളും നിർത്തുമ്പോഴും അതിന് നടുവിൽ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു പ്രതികൂലത്തിന് കഴിയത്തില്ല, ഒരു രോഗത്തിന് കഴിയത്തില്ല, ഒരു ബന്ധനത്തിന് കഴിയത്തില്ല, ഒരു ശക്തിക്ക് കഴിയത്തില്ല എന്ന് പകൽക്കാലം നമുക്ക് പറയാൻ കഴിയട്ടെ. നാം സ്നേഹിച്ച ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി പൂർണ്ണ ജയം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ സ്നേഹം അത്രയ്ക്ക് വലിയ സ്നേഹമാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ അളവ് എത്രമാത്രം വലുതാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിയട്ടെ ദൈവമക്കളെ. നാം പലപ്പോഴും നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാതെ നാം മറന്നുപോയ അനുഭവങ്ങൾ ഇന്ന് പകൽ ഓർത്തു നോക്കിയേ. കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ തോളെ തട്ടി, ഹല്ലേലൂയ, നീ എന്തിനാണ് അകന്നു പോകുന്നത്, നീ എന്തിനാണ് മാറിപ്പോകുന്നത് എന്ന് നമ്മോട് പറയുന്ന ആ നല്ല കർത്താവിന്റെ ആ സ്നേഹം, ആ വാത്സല്യമുള്ള സ്നേഹം ഇന്ന് പകൽക്കാലം രുചിച്ചറിയാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്കൊന്ന് തയ്യാറാകും? ആ കാൽവറി ക്രൂശിലെ സ്നേഹം ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കാൻ കഴിയട്ടെ. ആ സ്നേഹത്തിന്റെ ആഴം, ഹല്ലേലൂയ. ജീവിതത്തിൽ പല പാളിച്ചകൾ വന്നപ്പോൾ, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മെ സ്നേഹിച്ച ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഇന്ന് പകൽ നമുക്കൊന്ന് വർണ്ണിക്കാൻ കഴിയട്ടെ. നാലാമതായിട്ട് പ്രത്യാശയുടെ നങ്കൂരമാണ്. ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ അവർ പ്രത്യാശയുടെ നങ്കൂരം ഇടാൻ തുടങ്ങി. ഇബ്രായലേഖനം 6:19 പറയുന്നു, ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാകുന്നു. അത് നിശ്ചയമുള്ളതും സ്ഥിരതയുള്ളതും തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നതുമാകുന്നു. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം നമ്മൾ സഹിച്ചു നിൽക്കണമെന്ന് പറയുകയാണ്. ഇന്ന് പകൽക്കാലം നാം പ്രാപിച്ചിരിക്കുന്ന പ്രത്യാശ ഇവിടെ കൊണ്ട് തീരുന്നതല്ല. നാം പ്രാപിച്ചിരിക്കുന്ന പ്രത്യാശ അത് സ്ഥിരതയുള്ളതാണ്, നിശ്ചയമുള്ളതാണ്, അത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇന്ന് പകൽ അനേക വിശുദ്ധന്മാർ തിരശ്ശീലയ്ക്ക് അപ്പുറത്തായി മറഞ്ഞു. ഇന്ന് പകൽക്കാലം തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ഈ ലോകവും അതിന്റെ മോഹങ്ങളും അഴിഞ്ഞു പോകും. എന്നാൽ ഇന്ന് പകൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കുന്നു. ഇന്ന് പകൽ ആ പ്രത്യാശ, ആ ക്രിസ്തുവിന്റെ പ്രത്യാശ നമ്മുടെ അകത്തിന്റെ പകൽക്കാലം വ്യാപരിക്കട്ടെ. ഒരു നിമിഷം ഇത് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് കർത്താവിനോട് ഇത് പകൽക്കാലം പറയാം, കർത്താവേ, സ്ഥിരതയുള്ളതിലേക്ക്, നിശ്ചയമുള്ളതിലേക്ക് എന്നെ ദൈവം വിളിച്ചല്ലോ. ഇത് പകൽക്കാലം ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തായിട്ട് പ്രത്യാശയുള്ളവരായി ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്.